അപ്പം നമ്മളിതാ ദുബായിലോട്ട് പോവുകയാണ്. ദുബായിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ കുറേ നിയമമുണ്ടല്ലോ, 1,00,000 രൂപയൊക്കെ കരുതണം. അപ്പം നമുക്ക് ചോദ്യം റിയാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ട്രെയിനിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരാളിങ്ങനെ പെറ്റുപിടിച്ചിട്ട് ഒരു പങ്കാളി നല്ല ലുക്കുണ്ട് കാണാനൊക്കെ. ബട്ട് നോക്കുമ്പോൾ നമ്മൾ ആചാർ ഇപ്പോൾ ട്രെയിനിൽ ഇങ്ങനെ പെറ്റിപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. പിന്നെ ഞാൻ ആചാറിനോടൊന്നും നോക്കി. പിന്നെ ഇരിക്കുമ്പോൾ ആചാർ പറയുന്നത് ജാബിറിന്റെ കൂടെ നീ കൊടുക്കുക, നല്ല ബിസിനസ്സാണ്. ഞാൻ ജാബിറിനോട് ചോദിച്ചാൽ ജാബിറിനുള്ള പണി എന്താണ്? പോക്കറ്റ് അടി അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ അതെനിക്ക് സെറ്റ് ആവില്ലാന്ന് മനസ്സിലായതുകൊണ്ട് ഞാനത് വിട്ടു. പിന്നെ ആചാരൊക്കെ പറഞ്ഞു എന്തേലും ഒന്ന് ചെയ്യേ, എന്നാലും നമുക്കൊന്ന് രക്ഷപ്പെടാനായിട്ടുള്ള പറഞ്ഞു. എന്നാലും ഈ പോക്കറ്റ് അടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്റെ ഒരു ഇതിനെ ചാട്ടത്തിന് പറ്റാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്കൊരു വ്ളോഗ് ചെയ്യാൻ. വ്ളോഗ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫുള്ള് മാന്യനെന്ന് വെച്ചാൽ ഏതാ മാന്യൻ. ഞാൻ പിന്നെ ആചാറിനോട് ചോദിച്ചു നീ എന്താ ഇങ്ങനെ ഇപ്പം ആയിരുന്നു. ആചാർ പറഞ്ഞു ഫുള്ള് ഊരിലെ ബ്രേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ ഫുള്ള് പൈസ ആക്കിയിട്ട് ഒരു സൈക്കിളമ്മ മേടിക്കണമെന്ന് എനിക്കുള്ള ഒരു ആഗ്രഹം ഉണ്ട് ആചാറിനെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ സപ്പോർട്ടാക്കി കൊടുത്തു. എൻ്റെ പണി എന്നെ കൊടുത്തു. ഞാൻ പോകുന്ന പെട്ടിയൊക്കെ ആചാറിനെ കൊണ്ട് പിടിപ്പിച്ച്. ഇതിൽ ആചാർ പറഞ്ഞു എനിക്ക് ഒരു സൈക്കിൾ മേങ്ങുന്ന പൈസ തരണം, ഞാൻ അതിലൊരു ബിരിയാണി മേങ്ങുന്ന പൈസനകത്ത് തരൂ, നീ കുത്താൻ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആചാർ പറഞ്ഞു ആ ഓക്കെ, ഒരു ബിരിയാണി കിട്ടിയതായിട്ട് പെറ്റും പിടിച്ചുകൊണ്ട് ആചാർ ഒറ്റ പോകും. ആക്ച്വലി ജാബിർ നോക്കുന്നുണ്ട് പല ആൾക്കാരെ പോക്കറ്റ് അടിക്കാൻ പറ്റുമോ. എൻ്റെ ജാബിറിന്റെ ശ്രദ്ധ ഫുള്ളാടെ പോക്കറ്റ് അടിക്കാൻ പറ്റുമോ, മൊബൈൽ പൊക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. നോക്കുമ്പോൾ ഇവിടെ ആടെ നടക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ആചാറിനെ ഞാൻ റിച്ചിയിൽ കൊണ്ടുപോയി ബിരിയാണി വയ്ക്കാൻ വേണ്ടി. നോക്കുമ്പോൾ ആചാറോടുള്ള റിച്ചിനെല്ലാം ഒട്ടാക്കിയിട്ട് ജാബിർ റിച്ചിയിൽ നോക്കുന്ന ആരെങ്കിലും പോക്കറ്റ് അടിക്കാൻ പറ്റുമോ എന്നൊക്കെ. മൊട്ടം